പുതിയ അമൃത് ഭാരത് ട്രെയിനുകൾ ഈ മാസം 30 മുതൽ സർവീസ് ആരംഭിക്കും. 2 ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. അയോധ്യ ദർഭംഗ റൂട്ടിലും ബംഗളൂരു മാൾഡ റൂട്ടിലുമാണ് 2 ട്രെയിനുകൾ സർവീസ് നടത്തുക. 130 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പുഷ്പുൾ ട്രെയിൻ വന്ദേ ഭാരതിനോട് കിടപിടിക്കുന്ന സൗകര്യങ്ങളോടെയാണ് ട്രാക്കിലിറക്കുന്നത്. നേരത്തെ വന്ദേ സാധാരൺ എന്നായിരുന്നു പേര് നിശ്ചയിച്ചിരുന്നത്. ഇതാണ് പിന്നീട് അമൃത് ഭാരത് എക്സ്പ്രസ് എന്നാക്കി മാറ്റിയത്. സാധാരണക്കാരനും വന്ദേ ഭാരത് മോഡൽ അതിവേഗ യാത്ര പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അമൃത് ഭാരത് നിർമ്മിച്ചിരിക്കുന്നത്. ഓറഞ്ച് ചാരനിറത്തിലാണ് ട്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വന്ദേ ഭാരതിൽ നിന്ന് വ്യത്യസ്തമായ നോൺ AC ട്രെയിനാണ് അമൃത് ഭാരത്. ബുക്കിംഗ് ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകളും ട്രെയിനിലുണ്ട്. 22 കോച്ചുകളിൽ 8 ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ, 12 സെക്കൻഡ് ക്ലാസ് 3 ടയർ സ്ലീപ്പർ കോച്ചുകൾ, 2 ഗാർഡ് കമ്പാർട്ട്മെന്റ് എന്നിവയാണ് ഉള്ളത്. വന്ദേ ഭാരതുകൾ നിർമ്മിച്ച ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ തന്നെയാണ് അമൃത് ഭാരത് എക്സ്പ്രസുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നിന്ന് ബീഹാറിലെ ദർഭംഗയിലേക്കാണ് ആദ്യ സർവീസ്. രണ്ടാമത്തെ അമൃത് ഭാരത് എക്സ്പ്രസ് ദക്ഷിണേന്ത്യയിലാണ് സർവീസ് നടത്തുകയെന്നാണ് റിപ്പോർട്ട്. ബംഗളൂരുവിൽ നിന്ന് മാൾഡയിലേക്കാകും ഇത്. സാധാരണക്കാർക്കുള്ള സർവീസ് എന്ന വിശേഷത്തോടെയാണ് റെയിൽവേ പുതിയ ട്രെയിൻ അവതരിപ്പിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങൾ യാത്രികർക്ക് ട്രെയിനിൽ ലഭ്യമാകും. CCTV, FRP, മോഡുലാർ ടോയ്ലറ്റുകൾ, ബോഗികളിൽ സെൻസർ വാട്ടർ ടാപ്പുകൾ എന്നിവ അമൃത് ഭാരത് എക്സ്പ്രസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വന്ദേ ഭാരതും അമൃത് ഭാരതും തമ്മിലുള്ള പ്രധാന വ്യത്യാസം പുതിയ ട്രെയിൻ നോൺ AC ആണെന്നതാണ്.